ഹലോ സുഹൃത്തുക്കളെ, സൗണ്ടൊക്കെ കുറച്ച് പോയി, തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് പത്താൻകോട്ടാണ്. പത്താൻകോട്ട് ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് കാശ്മീർ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ കാശ്മീരിൽ ജമ്മുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഞാൻ കാശ്മീരിൽ പാൽഗാമിൽ ഇഷ്യൂ കൊണ്ട് അങ്ങോട്ടൊക്കെ ബസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് ഇപ്പം ബസ് സ്റ്റാൻഡിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ധർമ്മശാലയിലേക്ക് പോകണം. അങ്ങനെ ഞാനിപ്പോൾ ധർമ്മശാലയിലെത്തി. ഇതാണ് ധർമ്മശാല എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലമാണ്. ധർമ്മശാല ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ മണാലി, ഷിംല പോലത്തെ മറ്റൊരു വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ധർമ്മശാല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മെയിൻ റോഡിലാണ് ഉള്ളത്. ഇവിടുന്ന് ധർമ്മശാല നമുക്ക് കുറച്ച് ഉള്ളോട്ട് പോകാനുണ്ട്. ധർമ്മശാല ബസ് സ്റ്റാൻഡിലേക്ക് അവിടത്തേക്ക് പോകാനുണ്ട്. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നോക്കി. നല്ല അടിപൊളി നല്ല പാലം, അതുപോലെ കല്ലുകളൊക്കെ ഉണ്ടോ? നമ്മൾ മണാലി ഷിംലയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതേപോലെ കല്ലുകൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ നടക്കുന്നുണ്ട്. ധർമ്മശാല നമുക്കൊന്ന് കാണണം. അപ്പോൾ ഇതാണ് ധർമ്മശാല എന്ന് പറയുന്നത്. ഇവിടുന്ന് ഏകദേശം അങ്ങോട്ട് പോകാനുണ്ട്. മല ഉണ്ടോ? വലിയ കുന്നാണ്, ഹിൽ സ്റ്റേഷനാണ്. അവിടത്തേക്ക് നമുക്ക് പോകാനുണ്ട്. സോ ഞാനിപ്പോൾ ധർമ്മശാല ബസ് സ്റ്റാൻഡിൽ ഏകദേശം എത്തി. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് ഉള്ളത്. ചെറിയ തണുപ്പടിക്കുന്നുണ്ട്. വലിയ തണുപ്പില്ല, എന്നാലും ചെറിയ തണുപ്പ്. കാശ്മീർ വളരെ വിഷമം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ജമ്മുവിൽ ഒരു ദിവസം മാത്രം നമ്മൾ നിന്നിട്ടുള്ളൂ. അവിടെ നിന്ന് കാശ്മീർ ശ്രീനഗറിലേക്കും പാൽഗാം, സോൻമാർഗിലേക്കെല്ലാം പോകണമെന്ന് വെച്ചതാണ്. പക്ഷേ വണ്ടിയില്ല, ട്രെയിനും ഇല്ല, ബസ്സും ഇല്ല. ഇനി അതൊക്കെ വീണ്ടും തുടങ്ങണമെങ്കിൽ എപ്പോഴാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ധർമ്മശാല ഹിമാചൽ പ്രദേശിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഹിമാചൽ പ്രദേശിൽ ധർമ്മശാല ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ മണാലി, ഷിംലയിലേക്ക് അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ ധർമ്മശാലയിലേക്ക് ഉള്ള ബസ് സ്റ്റാൻഡിൻ്റെ സൈഡാണ് ഇതെല്ലാം. ഇതൊക്കെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് മെയിൻ ഇതിപ്പോൾ ധർമ്മശാലയിൽ 2 ഘട്ടങ്ങളാണ്. ഇതിപ്പോൾ ലോവർ ടൗൺ ആണ്, താഴെയുള്ള ടൗൺ ആണ്. ഇവിടുന്ന് നമുക്ക് ബസ്, ജീപ്പൊക്കെ മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പർ ടൗൺ ആണ് മെയിൻ, എന്താ പറയുക, ടൂറിസ്റ്റ് എക്സ്പ്ലോറേഷൻ. മഗ്ലിയോഡ്ജിങ് എന്ന് അതിനെ പറയാം. മഗ്ലിയോഡ്ജിങ് ആ പേര് പറയാൻ കുറച്ച് നമ്മൾ കഷ്ടപ്പെടാനുണ്ട്. മഗ്ലിയോഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മഗ്ലിയോഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മഗ്ലിയോഡിങ്ങിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടും, ജീപ്പ് കിട്ടും. അത് മുകളിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ മുകളിലെത്തിയത് ഇതാണ് ധർമ്മശാല. അങ്ങനത്തെ സ്ഥലം നോക്കുക നിങ്ങൾ, അടിപൊളി. ഹിമാചൽ, ദ ബ്യൂട്ടി ഓഫ് ഹിമാചൽ. ഇവിടെ ഒരുപാട് ആൻഷ്യൻ്റ് ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. ഒന്നാമത് ടിബറ്റ് സെറ്റിൽമെൻറ്റ്. നമുക്കറിയാം ടിബറ്റുകാർ വന്ന സ്ഥലമാണ്. കണ്ട നല്ല ചെറിയ വീടുകൾ കണ്ടാം, നല്ല ഇങ്ങനെ ചെറിയ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ. നമ്മൾക്ക് ധർമ്മശാലയിൽ വന്നാൽ ഈ കാഴ്ച കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻ. പിന്നെ അവിടെ ദൂരെയുള്ള മലകൾ കണ്ട. അവിടെ ഏറ്റവും മുകളിൽ ഇപ്പോഴും ഐസ് ഉണ്ട് കേട്ടോ. ഐസ് അതിൻ്റെ മുകളിലേക്കെല്ലാം കയറുന്നവർ ചിലപ്പോൾ ഉണ്ടെങ്കിലോ. എൻ്റെ അമ്മോ, ഞാനത് വളരെ അത്ഭുതത്തോടെ നോക്കിയെന്ന്. അടിപൊളി പ്ലേസ്. ഇവിടെ എവിടെ നോക്കിയാലും ഇതേപോലത്തെ നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ്. ദൂരയിൽ ഏറ്റവും വലിയ മലകളിലൊക്കെ ഐസ് ഇപ്പോഴും കാണാം. ഇതാണ് ടൗൺ എന്ന് പറയുന്നത്. മഗ്ലിയോഡ്ജിങ്ങിൻ്റെ ടൗണാണ്. ലിറ്റിൽ ടിബറ്റ് എന്ന് പറയപ്പെടാറുണ്ട്. ലിറ്റിൽ ടിബറ്റ്. ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം കാണാം കേട്ടോ. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ മ്യൂസിയമാണത്. ലിറ്റിൽ ടിബറ്റാണ്. ഏകദേശം 1,00,000-ലേറെ ടിബറ്റുകാർ ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ മെജോറിറ്റിയിലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവരിവിടെ പല ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മുമ്പ് ടിബറ്റിൽ നിന്ന് ചൈനീസ് അധിനിവേശം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഹിമാലയം വഴി കയറി ഇറങ്ങി വന്നവരാണ്. അത്രയും ദുർഘടമായ വളരെ ഡിഫിക്കൽട്ടീസോടുകൂടി ഹിമാലയം പോലത്തെ വലിയ പർവ്വതം മറികടന്നിട്ടാണ് അവർ ഇന്ത്യയിൽ അഭയാർത്ഥിയായി വന്നത്. ദേ ആർ എക്സൈൽസ്, റെഫ്യൂജി ആയിട്ട് അവർ ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരുണ്ട്. കർണാടകയിൽ നമ്മൾ പോയിട്ടുണ്ട്. കർണാടകയിൽ കുശാൽ നഗറിലൊക്കെ അവർ ടെമ്പിൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുണ്ട്. ഇത് മെയിൻ സ്ഥലമാണ് ധർമ്മശാല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. വളരെ മനോഹരമായ സ്ഥലമായിട്ട്. ഇത് അടിപൊളി സ്ഥലം. ഇവിടെ പല ബിസിനസ്സുകളൊക്കെ ഇവരോട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവരുടെ ഓരോ കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ മഗ്ലിയോഡ്ജിങ് ടൗണിലേക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വെറുതെ ഇങ്ങനെ നോക്കി നടന്നു. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ധർമ്മശാല അടിപൊളി സ്ഥലം തന്നെ. ഇത് സൂപ്പർ പ്ലേസ് അല്ലേ? ഇറ്റ് ഈസ് സൂപ്പർ. നമ്മൾ മണാലിയിലും ഷിംലയിലൊക്കെ പോയാലൊക്കെ ശരിയായ കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റുക നല്ല ദൂരത്തുനിന്ന്.
അവിടെയൊക്കെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എല്ലാം കണ്ട് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ റൂമൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. ഇവിടെ റൂം താമസിക്കാൻ റൂം ഉണ്ടെങ്കിൽ അവിടെ പോകണം. നല്ല ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടുത്തെ മെയിൻ ബിസിനസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ടൂറിസം തന്നെയാണ് മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. ടൂറിസമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. പിന്നെ വണ്ടിയും കാറുകളും ബസ്സുകളും ജീപ്പുകളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുതന്നെയാണ് മെയിൻ ഇവിടെ വരുമാനം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടുത്തെ മെയിനായിട്ട് നമുക്കറിയാലോ ഈ ടിബറ്റാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് വിശ്വാസികളാണ് അവർ. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എന്നൊക്കെ നമുക്ക് പറയും, മഠങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അവിടത്തേക്ക് നമുക്കൊന്ന് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കാണാനും ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാൻ നല്ല മനോഹരമാണ്. ഇവിടെ കണ്ട നമ്മളെ കറക്കുന്ന സാധനമില്ലേ, അതിവിടെ കാണാം. നമുക്ക് പോയ ഞാൻ ചില ബുദ്ധിസ്റ്റ് ടെമ്പിളിലൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അതായത് നമ്മുടെ സ്ട്രെസ്, മെയിനായിട്ട് ബുദ്ധിസ്റ്റ് മതം പറയുന്നത് തന്നെ, ബുദ്ധിസ്റ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു സ്ട്രെസ്സ് കുറയുക എന്നുള്ള മെഡിറ്റേഷൻ അല്ലേ, മെഡിറ്റേഷനാണ് മെയിനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയാൻ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഓരോ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു ഫീലിംഗ് അതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കാണാറുണ്ട്. നമ്മൾ ഇത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഫ്രീ ടിബറ്റ് എന്നൊക്കെ ഷട്ടറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ? ഫ്രീ ടിബറ്റ് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ചൈനീസിൻ്റെ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. ടിബറ്റിനും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അല്ലേ. ഇത് അതിൻ്റെ വലിയ ഇതാണ് കേട്ടോ. ഇവിടെ വിശ്വാസികൾ കയറാം. നല്ല ചുമരിലൊക്കെ നല്ല അടിപൊളി ടൈൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായ ടൈൽസൊക്കെ ഉണ്ടല്ലോ. പല അവരുടെ സംസ്കാരത്തിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിവിടെ നിന്ന് ഇങ്ങനെ കറക്കുക, ഇതിങ്ങനെ കറക്കി ചില ആൾക്കാർ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു മനസ്സിലൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ കറക്കും. ഇതിങ്ങനെ കറക്കുമ്പം ഒരു ചെറിയ സൗണ്ടൊക്കെ വരും. മുകളിൽ ചെറിയൊരു മണി കെട്ടിയിട്ടുണ്ട്. ആ മണിക്ക് അവിടെ കണ്ട, അവിടെ ആ മണി ഇങ്ങനെ അവിടെ ഇങ്ങനെ തട്ടുമ്പം ഒരു ചെറിയ ക്ലിങ് എന്നുള്ളൊരു സൗണ്ട് വരും. ക്ലിങ്. ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു കൗതുകമായിരിക്കും. അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൗതുകമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നടന്നു. ചുറ്റിലും ടൗണാണ്, കൊമേഴ്സ് ബിസിനസ്സുകൾ തന്നെയാണ്. പല സോനിയർ ഷോപ്പ്, അതുപോലെ ഈ ഹാൻഡ് ക്രാഫ്റ്റ്സ്, മെയിനായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ. അതുപോലെ ഫുഡ്, ഇവരുടെ ടിബറ്റൻ സ്റ്റൈൽസ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ടിബറ്റൻ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ടേസ്റ്റ് ചെയ്യണം. പിന്നെ ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടികളൊക്കെ ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മെയിൻ ലോഡ്ജ്, കോഫി ഷോപ്പുകളൊക്കെ ഉള്ളത്. ലോഡ്ജുകളും ഹോം സ്റ്റേകളും കോഫി ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഹോട്ടൽസുകളൊക്കെ ഉണ്ട്. എല്ലാവരും അവരുടെ സാധനങ്ങൾ ഇപ്പോൾ രാവിലെ 9 മണി അതിനത്ര, അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ. ടൂറിസ്റ്റുകൾ വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതാണ് ഇവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. മെയിനായിട്ട് ധർമ്മശാലയിലൊക്കെയുള്ള ബിസിനസ് ഇത് തന്നെയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്. ടൂറിസം നല്ലൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ടൂറിസം ഇൻഡസ്ട്രിയെ പറ്റി മനസ്സിലാക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. ഇത് ഇവിടെ കേബിൾ കാർ റോപ്പ് വേ ആണ് കേട്ടോ. ഇവിടുന്ന് കേബിൾ കാറിൻ്റെ റോപ്പുണ്ട്. സ്കൈ, അത് ചാർജ് ഉണ്ട്, കുറച്ചധികം ചാർജാണ്, ഞാൻ പോയിട്ടില്ല. പിന്നെ ബിയർ ഷോപ്പ്, വൈൻ ഷോപ്പിംഗ്, അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിളാണ്, ദലൈലാമ്മനെ നമ്മൾക്കറിയില്ലേ, ആ ടെമ്പിളാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ദലൈലാമ ടെമ്പിൾ. ഇവിടെ മുമ്പ് ദലൈലാമ വന്നിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങൾ കാണാൻ പറ്റും നമുക്ക്.
നമ്മുടെ റിസ്റ്റ് ഇതിൻ്റെ ബാൻഡൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കൈക്ക് കെട്ടുന്ന പല സാധനങ്ങളും, അതുപോലെ കീ ചെയിന്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെയാണ് ഒരു മോണുമെൻ്റ്, ഒരു സ്മാരകം പോലെ കാണാൻ പറ്റും. ടിബറ്റൻ നാഷണൽ മാർട്ടൈറ്റ്സ് മെമ്മോറിയൽ. ടിബറ്റിന് വേണ്ടി ജീവൻ കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു ബേർണിംഗ് ടിബറ്റ്, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടിബറ്റ് ശരിക്കും ഒരു രാജ്യമായിരുന്നു, പക്ഷേ ചൈനീസ് മാവോയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി, ചൈനീസിൻ്റെ ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, അവരുടെ ആ സൈന്യവും ഫോഴ്സും മിലിറ്ററിയൊക്കെ എന്ത് ചെയ്തു, ടിബറ്റിലേക്ക് കയറി ഇറങ്ങുകയും ടിബറ്റിനെ പിടിച്ചെടുത്തു, ടിബറ്റിൻ്റെ ഭാഗമാക്കി. മാവോയുടെ സ്വപ്നമായിരുന്നാണ് പറയുന്നത്, ദ ഗ്രേറ്റ് ചൈന, ഈ രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ളത്. ടിബറ്റിന് അന്ന് ചെറിയൊരു രാജ്യമായിരുന്നു. അവർ അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ, ടിബറ്റ് ഞാൻ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മളെ കണ്ടിട്ടുണ്ടാവും പല ഇതിലും, ഒരു മലയുടെ മുകളിലൊക്കെ ആ ഒരു പീഠഭൂമി പോലത്തെ സ്ഥലമാണ്. അവിടെ അവരുടെ ആരാധനയും ഇതൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടെമ്പിളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. വളരെ മനോഹരമായ ടെമ്പിൾ തന്നെ കേട്ടോ, സൂപ്പർ. ഇവിടെ കുറേ ആൾക്കാർ ദർശനത്തിന് വരുന്നുണ്ട്, പ്രാർത്ഥിക്കാനും. അതുപോലെ നമുക്ക് ഇതൊരു കൗതുകത്തിന് ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ടെമ്പിളും ഈ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വേറെ ഒരു ലെവലിൽ ഇവർ എടുക്കുക. നല്ല ഗോൾഡൻ കളറും ഇതൊക്കെയാണ്. ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ 2-3 പ്രതിമകളുണ്ട്, ബുദ്ധൻ, അതുപോലെ വേറെയും ദൈവങ്ങളുടെ ഫോട്ടോസ് ഇവരുടെ വെച്ചിട്ടുണ്ട്. മെയിൻ ബുദ്ധയാണ് ദൈവം, ബുദ്ധിസ്റ്റാണ്, ബുദ്ധയാണ് ദൈവമായിട്ട് വരുന്നത്. അപ്പോൾ നല്ല ഇവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ നല്ല അടിപൊളി പെയിൻറ്റിങ്ങുകളും വർക്കുകളൊക്കെയാണ്, നല്ല അടിപൊളി വർക്ക് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ബുദ്ധൻ്റെ കഥ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മെയിനായിട്ട് ബുദ്ധമതം തന്നെയായിരുന്നു ഒരിക്കൽ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടെന്നാണ് കേട്ടത്, ഹിന്ദുമതം വരുന്നതിന് മുമ്പ്. പിന്നീട് ബുദ്ധമതം ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, ഹിന്ദുമതം കയറി എന്നും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ചുറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഇത് കറക്കുന്ന ഇത് കാണാൻ പറ്റും. കുറേ ആൾക്കാരൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഏറ്റവും ഒരുതരം നമുക്കൊരു മെഡിറ്റേഷൻ ഇതിൻ്റെ അകത്ത്, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, പ്രാർത്ഥനക്കൊക്കെ നിൽക്കാം നമുക്ക്. അതേപോലെ എന്താ പറയുക, ഒരു മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഇവരുടെ അസിസ്റ്റൻസ് കിട്ടും. അതിലെന്ത് ചെയ്യാം, അത് മെഡിറ്റേഷൻ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ്, ദിസ് ഈസ് എ മണി പ്രയർ വീൽ. മണി പ്രയറാണ്, മണി പ്രയർ എന്നതിനെ പറയാം. ഇതാണ് അടിപൊളി മക്ലിയോൺജിങ്, അതായത് ധർമ്മശാലയിലെ അപ്പർ ടൗൺ മക്ലിയോട്ട്. കേബിൾ കാർ പോകുന്നുണ്ട് അവിടെ, കേബിൾ കാർ സർവീസൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. കേബിൾ കാർ വരുന്നവർക്ക് കേബിൾ കാറൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കേബിൾ കാർ ഞാൻ നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കാതിരുന്നത്. 700 രൂപയുടെ മുകളിലുണ്ട്, 600-700 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ച് അത്രയും പൈസ കൊടുത്ത് പോകണോ, കുറച്ച് ചിലവൊക്കെ ആയതാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല വീടും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും നല്ല മനോഹരമായി കാണാം. എന്താ രസമല്ല, അടിപൊളി. ഇവിടെ ഇങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്യാം, കേബിൾ കാർ, ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലമാണ് ധർമ്മശാല എന്ന് പറയുന്നത്, ഹിമാചൽ പ്രദേശ്. ശരിക്കും ഇവിടത്തേക്ക് വരാൻ ട്രെയിനില്ല കേട്ടോ, ട്രെയിൻ സർവീസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പഞ്ചാബിൽ നമ്മുടെ ട്രെയിന് ഉള്ളത് സർവീസ് ഒന്ന് പത്താൻകോട്ടാണ്, ഒന്ന് ചണ്ഡീഗഡ് അല്ലെങ്കിൽ പത്താൻകോട്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് വരേണ്ടി വരും, ബസ്സിനോ ടാക്സിക്കോ വരേണ്ടി വരും. മണാലി ഷിംലയിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ട്രെയിൻ സർവീസ് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇല്ല. പത്താൻകോട്ട് അല്ലെങ്കിൽ ചണ്ഡീഗഡിലാണ് ഇറങ്ങേണ്ടത്. ഞാൻ പത്താൻകോട്ട് ഇറങ്ങിയത് ഇന്നലെ. പത്താൻകോട്ട് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനൊക്കെ മുഴുവൻ എന്താ പറയുക, ഇരുട്ടായിട്ടാണ് ഉണ്ടായത്. അതായത് ഈ തീവ്രവാദി പാൽഗാമിൽ ഇഷ്യൂ കൊണ്ട് ഫുള്ള് ലൈറ്റൊക്കെ അണച്ചിട്ടാണ് ഉണ്ടായത്. സോ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ധർമ്മശാല, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ മെയിനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാൻ മുമ്പ് ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പി ഫിസൊക്കെ ഇല്ല, ആപ്പി ഫിസൊക്കെ ഹിമാചൽ പ്രദേശിലെ കമ്പനിയാണ്. ആപ്പിളിൻ്റെ ഒരുപാട് വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് ഹിമാചൽ എന്ന് പറയുന്നത്. കാരണം ഇവിടെ മെയിൻ തണുപ്പ്, നല്ല തണുപ്പ് സ്ഥലമാണല്ലോ. ആപ്പിൾ നല്ല വളരാൻ പറ്റിയ അനുകൂലമായ സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിളിന് പൈസ കൂടുതലാണ്.
അപ്പോൾ ഇവിടെ നിന്ന് മെയിനായിട്ട് മുമ്പ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ HPMC എന്നുള്ള ഒരു കമ്പനി കാണാൻ പറ്റും. അതായത് ഹിമാചൽ പ്രദേശ് ഇത് ജ്യൂസ് ഉണ്ടാക്കുന്ന കമ്പനികളായിരുന്നു. ഇതപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കാഴ്ചയാണ്. ടെമ്പിളിൻ്റെ ഉള്ളിൽ അടുത്ത ഈ പ്രയറിന് വേണ്ടി ഈ ദീപം ഒരുക്കുന്ന ആൾക്കാരാണ് അവിടെ. ജസ്റ്റ് പോയി നമുക്ക് കാണാം. കൂടുതൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാനൊക്കെ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ടെമ്പിളിൻ്റെ പുറമേയുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഫോറിനേഴ്സ് കാണാം. അവർ ഇവിടെ ഒരു മെഡിറ്റേഷനും അതിനുപോലെ കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതാ ഈ ടെമ്പിളിലും നമുക്ക് കാണാൻ പറ്റും ആ വലിയ മണി വീല് കണ്ട. ആ മുകളിലൊരു മണിയുണ്ട് ചെറിയ. അവിടെ പോയി ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തിരിയുമ്പം ചെറിയ മണി ശബ്ദം കേൾക്കും. ഒരു മെഡിറ്റേഷൻ്റെ ഭാഗമാണ്. സ്ട്രെസ്സൊക്കെ കുറയാനുള്ള റിലീഫ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. പിന്നെ അതിനുള്ള അറ്റ്മോസ്ഫിയറുമാണ്. ചുറ്റിലും കണ്ട നല്ല പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് വേറെ ടെൻഷനോ സ്ട്രെസ്സോ ഉള്ള ആൾക്കാർക്ക് ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കറക്കുമ്പോൾ ചുറ്റിലും ആ ഒരു പ്രകാശവും ആ ഒരു മണിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പം ഒരു സംതിങ് ഒരു എനർജി പോലെ നമുക്ക് തോന്നുന്നു. ഒരു ചേഞ്ച്, നമ്മുടെ മൈൻഡിൻ്റെ ഒരു ചേഞ്ച് ആവുന്നു. അതിനൊക്കെ തന്നെയാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. ചില ആൾക്കാർക്ക് സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേറെ ചില മാർഗ്ഗങ്ങളായിരിക്കും അവർ സ്വീകരിക്കുക. എനിവേ സ്ട്രെസ്സ് അല്ലെങ്കിൽ മെഡിറ്റേഷന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. ഞാനിപ്പം ട്രാവലിംഗ് ആണ് എൻ്റെ ഒരു ഭ്രാന്ത് എന്ന് പറയാം. നമുക്ക് ജീവിതത്തിൽ ഒരു ഭ്രാന്ത് വേണ്ട, എല്ലാവർക്കും ഒരു ജീവിതത്തിൽ ഭ്രാന്ത് വേണം. അപ്പോൾ ട്രാവലിംഗ് ഒരു ഗ്രേസാണ്, ഒരു ഭ്രാന്താണ് ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ പുറത്തെത്തി. ടെമ്പിളിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത്. ടെമ്പിൾ നല്ല അത്യാവശ്യം വലിയ ടെമ്പിൾ തന്നെയാണ്. ഇവിടെ കണ്ട നമ്മുടെ ഹിമാചലൊക്കെ പോകുമ്പോൾ കുറേ ഇങ്ങനത്തെ കളറ് ക്ലോത്തുകളൊക്കെ എഴുതി വെച്ച ക്ലോത്തുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി നടന്നു നോക്കാം. ഇവിടെ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഉണ്ടോ, അവരുടെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ അവർ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല ആൾക്കാർ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള തിബറ്റ് വംശജരുണ്ട്. തിബറ്റിൽ നിന്ന് അഭയാർത്ഥികളായി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ വരും. ഞാൻ ഇവിടെ ഉണ്ട് നമ്മുടെ കുശാൽ നഗർ, കർണാടകയിലെ കുശാൽ നഗറിൽ പോയാലും നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ പല ഭാഗത്തുമാണ് ഇവരുള്ളത്. അപ്പോൾ ഇതാണ് ടെമ്പിളിൻ്റെ പുറമേയുള്ള ദൃശ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നടക്കാം. നമുക്കിനി അടുത്ത സ്ഥലം നോക്കി നടക്കാം. എന്താണ് നല്ല അടിപൊളി മനോഹരമാക്കി വെച്ച സൂപ്പറല്ലേ, നല്ല രസമുണ്ട്.
ബൈക്കിലൊക്കെ കിട്ടും അല്ലേ? മുമ്പ് നമ്മുടെ ഈ നേപ്പാൾ, ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഈ ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ ലൈറ്റ് ക്ലോത്ത്, ഈ കളർ ക്ലോത്ത് ഉണ്ടല്ലോ, അവർ ബൈക്കിനും കാറിനൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ സ്ഥലം, അടിപൊളിയായിട്ട് നല്ല. ഇത് ഏത് മരമാണെന്ന് ഞാൻ നോക്കും. നമ്മുടെ നാട്ടിലെ പോലത്തെ ആ ചവോക്ക് എന്ന് പറയുന്നില്ല ഒരു മരം, കാറ്റാടി മരം എന്ന് പറയുന്നതാണോ സംഭവം? എനിക്ക് മനസ്സിലായില്ല. കാറ്റാടി മരം, ചവോക്ക് മരം, ചവോക്ക് എന്നൊക്കെ പറയാറുണ്ട് അതിന് നാടൻ ഭാഷയിൽ. അതാണോ എന്ന് അറിയില്ല. സോ എനിവേ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനടുത്ത ഒരു മ്യൂസിയം ഉണ്ട്, ടിബറ്റിൻ്റെ ഒരു മ്യൂസിയവും അതുപോലെ മറ്റുള്ള 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്കത് നോക്കാം. ഇത് ഞാൻ കുറച്ചിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാഴ്ചകൾ കിട്ടുന്നതിൽ കാണാൻ നമുക്ക് നടന്നുകൊണ്ടിരിക്കാം. ഓക്കെ, ഇവിടെ നല്ല അടിപൊളി കല്ലുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ടൂറിസം എന്ന് പറയുന്നത്. ടൂറിസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും വേണം, ഇങ്ങനെ വന്നിട്ട് പോകരുത്. എന്തെങ്കിലും ഇപ്പോൾ ഗോവയിൽ നമ്മൾ ഫോണ്ടിനാസ് കണ്ടിട്ട് നല്ല കളർ പെയിൻറ്റഡ് വീടുകൾ, ആ കളർ പെയിൻറ്റഡ് വീടുകൾ. ഇത് കണ്ട ഇതേപോലെ ഓരോ ഡിസൈനുകളൊക്കെ ആക്കി വെച്ചിരിക്കുക. ജനങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ, വീഡിയോസൊക്കെ എടുക്കാൻ എന്തെങ്കിലും നമ്മൾ ആക്കി വെക്കണം. അല്ലാണ്ട് അവർ വന്നിട്ടൊരു കാര്യമില്ലല്ലോ. ഇതിങ്ങനെ പല, ഞാൻ മനസ്സിലാക്കാം ടിബറ്റ് ഭാഷയിൽ എഴുതിയായിരിക്കാം, ഹിന്ദിയല്ല, ടിബറ്റ് ഭാഷയാണ് മനസ്സിലാക്കാം. ടിബറ്റ് ഭാഷയിൽ അവർ കല്ലിലൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് ഓരോ ക്രാഫ്റ്റ് പോലെ അവരിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആൾക്കാരിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണട്ടെ. അതുപോലെ നല്ല ഇതെല്ലാം കണ്ട നല്ല കളേർഡ് പെയിൻറ്റ് തുണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അതേപോലത്തെ നമ്മുടെ നേരത്തെ കണ്ട മണി ഓൺ വീൽസില്ലേ, മണി വീൽസ്, അതൊക്കെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ആക്കി വെച്ചിട്ടുണ്ട്. പോകുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യുക, ഇതിലെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കറക്കി നോക്കുക, വെറുതെ ഒരു രസത്തിന്. ഇതൊക്കെ നമ്മൾ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക. അവിടുത്തെ ആ ഒരു പഴയ സംസ്കാരം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ. ഇതാണ്ട ഫോറസ്റ്റാണ് കേട്ടോ, ഫുള്ള് ഫോറസ്റ്റ് ആണ് നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി ഫോറസ്റ്റിൽ ആ ഒരു ഏരിയ ആണ്, നല്ലൊരു എന്താ പറയുക നടക്കാനുള്ള ഒരു ഏരിയ ആക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ദെയർ. ഓക്കെ, ഇവിടെ ആൾക്കാരുടെ തിരക്കെല്ലാം കുറവാണ്. നമുക്ക് താഴോട്ടിറങ്ങാം. ഫോറസ്റ്റൊക്കെ നല്ല അടിപൊളി സംഭവം തന്നെയാണ്. ഈ വീൽസില്ലേ, മണി ഓൺ വീൽസ് കറക്കുന്ന ഇത് കുറേ ഭാഗത്തുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ചെറിയ പരിപാടിയാണ്, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ ബുദ്ധിസ്റ്റിൻ്റെ മൊണാസ്ട്രി, ബുദ്ധിസ്റ്റ് ടെമ്പിളിലൊക്കെ പോകുമ്പം നമുക്കിത് തീർച്ചയായും ഈ സാധനം ഇത് നമുക്ക് കാണാൻ പറ്റും. ബുദ്ധിസ്റ്റ് മതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്, ഈ മണി ഓൺ വീൽസ് എന്ന് പറയുന്നത്. അത് കറക്കുക എന്ന് പറയുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. അത് ഇവിടെയും വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ നമുക്കും ഒന്ന് കറക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മക്ലിയോഡ്ജിങ്ങിലാണ് നമ്മളുള്ളത്. മക്ലിയോഡ്ജിങ് എന്ന് പറഞ്ഞാൽ ധർമ്മശാലയിലെ അപ്പർ ടൗൺ ആണ്, മുകളിലുള്ള ടൗൺ ആണ്. താഴത്തെ ലോവർ ടൗൺ ആണ്. അത് താഴെയാണ് ബസ് സ്റ്റാൻഡും ചെറിയ ടൗണും ഉള്ളത്. അവിടെ നിന്ന് കയറി നമ്മളോട്ട് വരണം മക്ലിയോഡ്ജിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് അങ്ങത്തോളം ഉണ്ട് കേട്ടോ, കുറച്ച് അങ്ങത്തോളം വരെ ഇവർ ആക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട്. ഈ ഹിമാചൽ പ്രദേശിലെ ഈ എന്താ പറയുക, ഈ മരത്തിൻ്റെ ഇടയിലേക്ക് കൂടിയുള്ള ഈ നടത്തുണ്ടല്ലോ, യു ഷുഡ് എക്സ്പീരിയൻസ്. നമ്മളിത് തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പേ കാണാറുണ്ട് ഹിമാചൽ, മെയിനായിട്ട് ഷിംല, മണാലി, കുളുവിലൊക്കെ പഴയ അഡ്വർടൈസ്മെൻറ്റും പരസ്യങ്ങളും ഈ ടൂറിസത്തിൻ്റെ ഫോട്ടോസുകളൊക്കെ കാണുമ്പോൾ ഞാൻ മുമ്പേ കരുതിയിട്ടുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും വരണം ഹിമാചൽ പ്രദേശ്. ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ഞാൻ മുമ്പേ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മനോഹര സ്ഥലങ്ങളാണ് ഇതൊക്കെ, ഈ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മെയിൻ ഹിമാചൽ പ്രദേശ് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് ആപ്പിൾ ജ്യൂസ് മാത്രമാണ്. ആപ്പി ഫിസ് പോലത്തെ ആപ്പിൾ ജ്യൂസ് മാത്രമാണ് ഹിമാചൽ പ്രദേശിനെ പറ്റി നമുക്കന്ന് അറിയാം. ഇന്ന് ഹിമാചൽ പ്രദേശിൽ ഞാൻ വന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് ഉള്ളത്. നല്ല അടിപൊളി എനർജറ്റിക് പ്ലേസ്, സൂപ്പർ പ്ലേസ്. പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റാണ് നമുക്ക് കൂടുതൽ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്ന അടിപൊളി സ്ഥലമാണ്. ഫോറസ്റ്റിനുള്ളിൽ കൂടി നല്ല നടക്കണം. സോ ഇറ്റ് വാസ് എ വെരി ഫാന്റാസ്റ്റിക് പ്ലേസ് ഗൈസ്. You come here and experience the beauty of Himachal. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് വരുന്നു. ഇപ്പോൾ ഇവിടെ ചെറിയ ടെമ്പിളൊക്കെ ഉണ്ട് തോന്നുന്നു. ഇവിടെ ചെറിയ ബുദ്ധിസ്റ്റിൻ്റെ ഒരു ടെമ്പിള് ഇതൊക്കെ ആക്കി വെച്ചത് ചെറിയൊരു ഗോപുരം പോലെയാണ്.
നമ്മളെ ഹിന്ദുമതം പോലെയല്ല, ഹിന്ദുമതത്തിനും ചെറിയൊരു വ്യത്യാസമായി ഏകദേശം ഒരു ചെറിയ സാമ്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിയാണ് കേട്ടോ. താഴെയാണ് മ്യൂസിയം വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ താഴോട്ട് ഇറങ്ങിയാണ്. നല്ല സ്ലിപ്പാവുന്നുണ്ട്, കാരണം വെച്ചാൽ ഈ ഉണങ്ങിയ ഇത് വീണത് കൊണ്ട് താഴെ നമ്മുടെ കാറ്റാടി മരം പോലെ തന്നെയാണ് സംഭവം. അതന്നെ അതിൻ്റെ ഇതുണ്ടല്ലോ, ഇല പോലത്തെ, അത് ഉണങ്ങിയിട്ടല്ല. അപ്പോൾ നടക്കുമ്പോൾ സ്ലിപ്പാവുന്നു. അപ്പോൾ ഞാൻ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി താഴോട്ട് ഇറങ്ങി. താഴെ റോഡ് കാണാൻ പറ്റും, അവിടെ മ്യൂസിയം ഉണ്ട്, അവിടത്തേക്ക് പോവാം. ഒറ്റക്കൊക്കെ ഒന്ന് നടന്നു നോക്കി, ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ നായ്ക്കളുണ്ട് കേട്ടോ. നായകൾ ഇവിടെ ഇല്ല, ഞാൻ മുകളിൽ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ നായകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നായകളുണ്ട്, നായകളെ നമ്മൾ സൂക്ഷിക്കണം. പ്രശ്നമൊന്നുമില്ല കേട്ടോ, നായകളങ്ങനെ കടിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്. ഇതെനിക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നല്ല വേവ് പാകിയ കല്ലുകൾ കാണാം, നല്ല അടിപൊളി കല്ലുകൾ ചെയ്ത എന്താ പറയുക, സ്ലോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഓരോ സ്ലോപ്പുകൾ ഉണ്ടാണ്, ഓരോ സ്ലോപ്പുകളാണ്. അപ്പോൾ അടുത്ത ഒരു ഇതിലേക്ക് ഞാൻ ഇറങ്ങി. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് 2-3 ഇതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബുദ്ധിസ്റ്റിൻ്റെ വേറെ ഒരു മൊണാസ്ട്രിയും മ്യൂസിയമൊക്കെ ഉള്ള വേറെ സ്ഥലമുണ്ട്, അവിടത്തേക്ക് നമുക്ക് പോകാം. ഇത് ബിയറിൻ്റെ ഒക്കെ കുപ്പികളാണെന്നില്ല, ഇതൊക്കെ ബിയർ കുപ്പികളൊക്കെ ഇവിടെ കുഴിച്ചിട്ട് നോക്കിയാൽ. ഇതൊക്കെയാണ് പരിസ്ഥിതിക്ക് മോശം എന്ന് പറയുന്നത്. ഒരു ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ്. ബിയറൊക്കെ അടിക്കുന്നവർ അടിച്ചോളൂ, പക്ഷേ ആ കുപ്പികളൊക്കെ എന്താ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എവിടെയെങ്കിലും ഇട്ട്, അതല്ല അവിടെ മൂലൊക്കെ ഇട്ട് പോകരുത്, പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ലോപ്പ് കണ്ടോ, നിങ്ങൾ ഈ പടവുകൾ താഴത്തോളം ഉണ്ട് കേട്ടോ, ഒരുപാട് പടവുകളുണ്ട്. നല്ല അടിപൊളി സംഭവം തന്നെ ഇത്. താഴത്തോട്ട് ഒരുപാട് ഇറങ്ങാം, അങ്ങ് താഴെ വരെ ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാം. ഓക്കെ, താഴെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ വേറൊരു ടെമ്പിളിൻ്റെ മുമ്പിലെത്തി. ഇത് വേറൊരു മൊണാസ്ട്രിയാണ്. ഇത് അത്യാവശ്യം ചെറുതാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ മൊണാസ്ട്രി. നല്ല ഇതിൽ വെച്ച കല്ല് വേണ്ട, നല്ല ഒരു കരിങ്കല്ല് പോലത്തെ, പാറക്കല്ല് പോലത്തെ നല്ല നൈസ് മിനുസാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. മാത്രമല്ല അതിൻ്റെ എന്താ പറയുക, ഒരു നല്ല മുകളിൽ ഒരു തൊപ്പി പോലെയൊക്കെ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ടെമ്പിളിൻ്റെ മുകളിൽ. ഇതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ടെമ്പിളിൻ്റെ പുറത്തു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഫോറിനേഴ്സൊക്കെ വന്ന് അവരുടെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ വീക്ഷിക്കുന്നു. ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടോ, നല്ല എന്താ പറയുക, ഒരു പഴയൊരു മൃഗത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോ, ഒരു ശില്പമുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ എന്താ പറയുക, ഈ എന്തെങ്കിലും മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദീപലം കത്തിക്കുന്ന ഒരു രീതിയാണ്, അതിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടൊരു ബുദ്ധിസ്റ്റ് കൾച്ചർ. ബുദ്ധിസ്റ്റ് നമ്മൾ തായ്ലാൻഡിലും ചൈനയിലൊക്കെ വന്ന പോലെ ഉണ്ടാവും. ശരിക്കും അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇവിടെ ബുദ്ധിസ്റ്റ് മോങ്സാണ് കേട്ടോ. അവർ പിള്ളേരെന്തോ കളിക്കുന്ന താഴെ ഇരുന്നിട്ട്. ചെറിയ മൊണാസ്ട്രി, അവർ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അവർ ടിബറ്റിൽ നിന്ന് എക്സൈലായിട്ട് ഇങ്ങോട്ട് വന്നു, റെഫ്യൂജി ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവരിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട, ഇതിനിടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹിന്ദു മതത്തിലുണ്ടാവും, അതുപോലെ മറ്റു മതങ്ങളിലൊക്കെ ഉണ്ടാവും. ഇത് കണ്ട, പഴയതൊരു റൂട്ട് കഥകളാണ് കാണിക്കുന്നത്. ഫോട്ടോയിലെ കൂടി നമ്മളത് മനസ്സിലാക്കണം. ആ ഫോട്ടോസിൻ്റെ ഓരോ കാര്യങ്ങളിലെ കൂടിയാണ് നമ്മൾക്ക് ആ പഴയ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ കിട്ടുക. ഇതാണ് മൊണാസ്ട്രിയുടെ അകത്തുള്ള ദൃശ്യങ്ങൾ. വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. ഒരു വേറിട്ട രീതിയാണ്. ഇവിടെ താഴെ കണ്ട, ഇവിടുത്തെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള മതപഠനശാല പോലത്തെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിലത്തിരിക്കണം, ഇരുന്നിട്ട് ആ ഒരു ചെറിയ ടേബിളിലാണ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ നല്ല ചുമരിലൊക്കെ നല്ല വാൾ പെയിൻറ്റും നല്ല പോസ്റ്റും കാര്യങ്ങളും കാണാം. എന്നിട്ട് ഈ റെഡ് കളർ തന്നെ നമ്മൾ എന്താ പറയുക, കർണാടകയിൽ അവിടെ കുശാൽ നഗറിൽ പോയാലും ഏകദേശം ഇതേപോലെ തന്നെ ഞാൻ കണ്ടത്. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു പഴയ ഒരു കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിശ്വാസികളൊക്കെ ഉണ്ട് കേട്ടോ. അവർ വന്നിട്ട് ഇവിടെ എന്താ പറയുക, വർഷിപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഇവിടെ ഒരു ബുദ്ധൻ്റെ 2-3 പ്രതിമകൾ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തൊന്ന് പോയി നോക്കട്ടെ. ഇതിൻ്റെ അകത്തില്ല, മുകളിലോട്ടാണ് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബുദ്ധൻ്റെ 2-3 ഉണ്ട്. അതുപോലെ ദേവിയുടെയും വിഗ്രഹം നമുക്ക് കാണാൻ പറ്റും. ഗോൾഡൻ കളറിലാണ്, അല്ല ഗോൾഡൻ കളറിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. എനിവേസ് വെരി പ്ലേസ്ഫുൾ. പിന്നെ എന്തെങ്കിലും ഡൊണേഷനൊക്കെ ഡൊണേഷൻ ചെയ്യാം. പിന്നെ അവിടെ ദലൈലാമയുടെ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കസേരയിൽ കാണാം. ഇത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദലൈലാമയുടെ നമ്മളെ മറ്റേ സർനാഥ് പോലെ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ദലൈലാമ ഇരിക്കുന്ന പോലത്തെ നമുക്ക് തോന്നും അല്ലേ, ഒരു ഫോട്ടോ അവിടെ ഇങ്ങനെ വെച്ചിട്ട്. കാരണം ദലൈലാമയുടെ അവരുടെ വിശ്വാസമാണ്, ദലൈലാമ സന്ദർശിച്ച ടെമ്പിളാണ്, ദലൈലാമയുടെ ടെമ്പിളാണ്. ദലൈലാമ നമുക്കറിയാലോ, തിബറ്റൻ ആത്മീയ നേതാവാണ്. അവരുടെ എന്താ പറയുക, ഒരു പ്രൈം മിനിസ്റ്ററൊക്കെ പോലെ തന്നെ, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് പോലെ തന്നെയാണ് അദ്ദേഹം. ശരിക്കും അവർ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് അവർ തിബറ്റിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. തിബറ്റിൽ ഇപ്പോൾ ഭരണതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ്. ധർമ്മശാലയിൽ, ഈ ഇന്ത്യയിലെ ധർമ്മശാലയിൽ ഇരുന്നുകൊണ്ടാണ് അവർ ടിബറ്റിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കാരണം തിബറ്റിന് ഇപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ചൈനീസ് ആർമിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ടിബറ്റൻ ലൈബ്രറിയും പിന്നെ ഈ ടെമ്പിളും. ഇപ്പോൾ ലൈബ്രറിയിലേക്ക് നമുക്ക് ഇടത്തേക്ക് നോക്കാം. ഇവിടെ വേറെ ബിൽഡിങ്ങുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊരു 1960 ജവഹർലാൽ നെഹ്റു ഇവരെ സ്വീകരിച്ചു. ഇവർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇവരെ പട്ടിണിയായിട്ടും ദുരിതമായിട്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടുന്ന് ഇവർ ധർമ്മശാലയിൽ വന്നു. ഇവരെ മൊണാസ്ട്രി കെട്ടി, ലൈബ്രറി ഉണ്ട്, മ്യൂസിയം ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഇവരെ കോളേജ്, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ സ്റ്റേഷനുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവരോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവർ എന്താ പറയുക, ധർമ്മശാലയിലെ മറ്റൊരു ടിബറ്റാക്കി മാറ്റി. അതാ ഞാൻ പറഞ്ഞത്, ലിറ്റിൽ ടിബറ്റ് എന്നും പറയാറുണ്ട്. ലിറ്റിൽ ടിബറ്റ് ഇത് വേണ്ട, ഇവരുടെ ഭരണകേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ഇത് മ്യൂസിയമാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൽ പഴയ രീതിയിലുള്ള ടിബറ്റൻ വസ്ത്രങ്ങളും അതിൻ്റെ ഫോട്ടോസുകളൊക്കെ കാണാം. ഐ ആം ടിബറ്റൻ, ദിസ് ഈസ് മൈ സ്റ്റോറി. ഈ മ്യൂസിയത്തിലേക്ക് നമുക്ക് പോയാൽ ടിബറ്റിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവരുടെ പാരമ്പര്യ രീതിയിലുള്ള ഫോട്ടോസുകൾ കാണാം. അതാണ് ടിബറ്റ്. ലാസ, ടിബറ്റിൻ്റെ തലസ്ഥാനമാണ് ലാസ. ഇതൊക്കെ ടിബറ്റിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമുക്കറിയണം. അതിൻ്റെ മുമ്പിൽ വേറെ ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ നയതന്ത്ര ബിൽഡിംഗ് എന്ന് പറയുന്നില്ല ടിബറ്റിൻ്റെ. ഇപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഭരണം ചെയ്യാൻ പറ്റില്ല. ദലൈലാമയാണ് അവിടുത്തെ ആത്മീയ നേതാവാണ്, പ്രധാനമന്ത്രി പോലെയാണ്. അവർക്ക് ടിബറ്റിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഭരണം ചെയ്യാൻ പറ്റില്ല. അവർ നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട്, ഇന്ത്യയിലിരുന്നുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ടിബറ്റിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു സമാന്തര ഭരണം എന്ന് പറയുന്നില്ലേ, സമാന്തര ഭരണമാണ് ഇവിടുന്ന് ചെയ്യുന്നത്. സോ ഞാനങ്ങനെ മ്യൂസിയത്തിലേക്ക് കയറി. മ്യൂസിയത്തിലേക്ക് ചെറിയ പൈസയുള്ളൂ, 10-50 രൂപ കൊടുത്ത മ്യൂസിയത്തിലേക്ക് കയറാം. നല്ല അടിപൊളി മ്യൂസിയം തന്നെ കേട്ടോ. നല്ല കളർഫുൾ മ്യൂസിയം തന്നെയാണ്. നമുക്ക് അകത്തേക്ക് നോക്കാം. ഇതാണ് ആ ഫോട്ടോ ഉണ്ട് നിങ്ങൾ. ഇതൊക്കെ ടിബറ്റിലെ ഫോട്ടോസുകളൊക്കെയാണ്. ഇതാണ് ടിബറ്റിലെ ഇവരുടെ സ്ഥലം. അതിൻ്റെ രൂപ താഴെ ആക്കി വെച്ചിട്ടുണ്ട്. അവർ ലാൻഡ്സ്, ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ഇവരുടെ ലാൻഡ്സാണിത്. ഇത് ഇവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളും കാണാം. നല്ല മഞ്ഞ കളർ, നല്ല പെയിൻറ്റിങ് ഒക്കെ സൂപ്പർ കേട്ടോ. നല്ല അടിപൊളി മ്യൂസിയം, നല്ല രസമുണ്ട് കാണാൻ. നല്ല മോഡേൺ ആർക്കിടെക്ചർ തന്നെ ഉണ്ടാക്കിയത്.
ഇത് ഇവരുടെ ലേഡീസ് ധരിക്കുന്നതും ജെൻസ് ധരിക്കുന്നതുമായ വസ്ത്രങ്ങളൊക്കെയാണ്. അതിൻ്റെ പിറകിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാൾ പേപ്പർ പോലെ ഫോട്ടോസുകൾ കാണാൻ പറ്റും. വാൾ പോസ്റ്റ്. സൂപ്പർ പ്ലേസ് അല്ലേ ടിബറ്റ് മ്യൂസിയം. ഇതാണ് ഇന്ത്യയിലേക്ക് വന്ന വഴികളും ടിബറ്റിൽ ഇന്ത്യയിലൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ള കാണിച്ചു തരുന്നതൊക്കെയാണ് അതൊക്കെ. നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് കർണാടകയിലാണ്. വേറെ എവിടെയും ഇല്ലാന്ന് തോന്നുന്നു. കർണാടകയിൽ തന്നെ ഉള്ളത്. ഇത് ബുദ്ധയുടെ പല രീതികളും മറ്റുള്ള ദൈവങ്ങളെ കാണാൻ പറ്റും. നിഗ്മ, കെഗെയുദ്, സഖ്യ, കെലൂഗ്, അങ്ങനെ പല ദൈവങ്ങളുടെയും ഫോട്ടോസുകളും കാണാം. ഇതൊക്കെ മുമ്പത്തെ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു ഇത് തന്നെയാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലും ഒരു വർഷം വരെ, വലിയൊരു വർഷം വരെ ഉണ്ടായത് ബുദ്ധമതമാണ്. ആ ബുദ്ധമതത്തിൽ നിന്നാണ് പിന്നീട് ഹിന്ദുമതം മാറി ഹിന്ദുമതത്തിലേക്ക് വന്നു ആൾക്കാർ. ബുദ്ധമതത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു. പക്ഷേ ബുദ്ധമതം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയിനി. ഇന്ത്യയുടെ പുറത്തും വ്യാപിച്ചിട്ടുണ്ട്. അതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസൊക്കെ ഇല്ലേ, തായ്ലാൻഡ്, മ്യാൻമർ, ചൈന, അവിടെയൊക്കെ പോലെ ബുദ്ധമതം തന്നെയാണ്. ജൈനമതം വേറൊരു മതമാണ്. പക്ഷേ ജൈനമതം പുറത്തേക്ക് പോയിട്ടില്ല. ജൈനമതം ഇന്ത്യയിൽ തന്നെ ഒതുങ്ങി എന്ന് പറയാം. ഇത് മറ്റുള്ള വേറൊരു എന്താ പറയുക പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. അവർ ഉപയോഗിച്ചിരിക്കുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ടിബറ്റിലെ മ്യൂസിക് നടത്തുന്ന ആൾക്കാരും പോപ്പ് മ്യൂസിക് നടക്കുന്ന വ്യക്തികളെ പറ്റിയൊക്കെയാണ്, പുതിയ തലമുറയിലെ ആൾക്കാർ. ഇത് കണ്ട, അത് പഴയ അവരുടെ എന്താ പറയുക ആൾക്കാരുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫോട്ടോസും ലെറ്റേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഇവരുടെ എക്സൈലായിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ട, പഴയ പെട്ടി. ഇന്ത്യയിലേക്ക് മുമ്പ് വരുമ്പോൾ ഇവർ എടുത്ത പെട്ടിയായിരിക്കും, ബോക്സാണത്. കിട്ടിയ സാധനം എടുത്തവർ ഓടിയിട്ടുണ്ടാവും. വാവ്, സൂപ്പർ. ഈ മ്യൂസിയം നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല അടിപൊളി, നല്ലൊരു മോഡേൺ ആർക്കിടെക്ചറിലാണ് ഇവർ ഈ മ്യൂസിയം എടുത്തിരിക്കുന്നത്. നിങ്ങൾ മ്യൂസിയത്തിലെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇത് കണ്ട, പഴയ 1959 ദലൈലാമ അറൈവ്സ് ഇന്ത്യ. ഓരോ വർഷങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. 1958, 1956 ടിബറ്റൻ ഗവൺമെൻറ് ഇന്ത്യയിൽ അവർ ടിബറ്റൻ ഗവൺമെൻറ് ഉണ്ടാക്കി. എന്നിട്ട് ഇന്ത്യയിൽ നിന്നാണ് അവർ ഭരണം നടത്തുന്നത്. എന്താണ്ട് പഴയ എന്തോ ഫോട്ടോസും മാവോ ഒക്കെ വന്നുണ്ട്. 1951. അതിനുശേഷമാണ് ഈ ടിബറ്റിന് ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്കറിയാം ചൈന വന്നിട്ട് ഇന്ത്യ ആക്രമിച്ചല്ലേ. ചൈന പിന്നിൽ നിന്ന് കുത്തിയെന്നല്ല ജവഹർലാൽ നെഹ്റു പറയുന്നത്. അപ്രതീക്ഷിതമായി ചൈനയുടെ ആക്രമണം ഉണ്ടായി. ഇന്ത്യ ചൈന യുദ്ധം 1960 ഉണ്ടായത്. ഈ പ്രശ്നത്തിൻ്റെ ബാക്കിയായിട്ടുണ്ടായതാണ് ഇന്ത്യയെ പിടിച്ച് ചൈന ആക്രമിച്ചത്. അന്ന് ഇന്ത്യ എന്താ പറയുക ഒരു വലിയൊരു സൈനിക ശക്തി ആയിരുന്നില്ല. ഇന്ത്യക്ക് ശരിക്കും സൈനിക ശക്തി കൂട്ടാമായിരുന്നു. പക്ഷേ അന്നത്തെ പ്രൈം മിനിസ്റ്ററൊന്നും അന്ന് ശ്രമിച്ചിരുന്നില്ല. ആ യുദ്ധത്തിന് ശേഷമാണ് പിന്നീട് എന്താ പറയുക സൈനിക ശക്തി കൂട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ടാണ് ആ യുദ്ധം തോറ്റത് നമ്മൾ ആദ്യത്തെ. പക്ഷെ ഇന്ന് കുറച്ചും കൂടിയും സൈനിക ശക്തി ഉണ്ട് ഇന്ത്യക്ക്. അത് വേറെ കാര്യം. ഭരണാധികാരികൾ സ്ട്രോങ് ആവണം, എന്നാലും നടക്കും എന്തെങ്കിലും കുറച്ചെങ്കിലും. എന്താ അവരുടെ പഴയ ഡ്രസ്സ് വി ആർ എ സ്മോൾ ഡിജസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1913 പഴയ വീഡിയോസൊക്കെയാണ് ഇത്. പണ്ടത്തെ ഏതോ ഒരു വസ്ത്രമാണ് കേട്ടോ. അന്ന് അവിടുത്തെ ടിബറ്റിലെ കാഴ്ചകളാണ്. ടിബറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെ ഒരു പീഠഭൂമി പോലത്തെ ഒരു സ്ഥലം. ഒരു മലയുടെ ഒക്കെ സൈഡിൽ അവരവിടെ കൃഷി ചെയ്യുന്നു, കാലികളെ നോക്കുന്നു, പക്ഷികളുണ്ടാവും, മറ്റുള്ള ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ജനത എന്ന് നമുക്ക് പറയാം. ഒരുതരം ഗോത്ര സമൂഹം, പിന്നെ അത് ജനതയും മാറി. അതാണ് ടിബറ്റ് എന്ന് പറയുന്നത്. എന്താണ് ദലൈലാമ വിത്ത് വേൾഡ് ലീഡേഴ്സ്. ലോക നേതാക്കളുടെ കൂടെ ദലൈലാമയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ. ഇന്ത്യൻ ബുദ്ധിസ്റ്റ് അവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തു. ഇന്ത്യ എന്ന രാജ്യം തന്നെയാണ് എല്ലാവർക്കും അഭയം കൊടുത്തത്. വേറെ ഏത് രാജ്യവും കൊടുക്കോ? ഇല്ല. വേറെ ഏതെങ്കിലും രാജ്യം കൊടുക്കോ? ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ കൊടുക്കോ? അങ്ങനെ ഒരു അഭയാർത്ഥ്യം പാകിസ്ഥാൻ കൊടുക്കില്ല. പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ മറ്റുള്ള ഇസ്ലാം അല്ലാത്ത മതങ്ങളിലെ ആൾക്കാരൊക്കെ അവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസുകളൊക്കെ നമുക്ക് കാണാം. ആക്രമിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നമില്ല. ഇത് കണ്ട നല്ല അടിപൊളി ഡിസൈനൊക്കെ ചെയ്ത് സൂപ്പർ ഇതട്ടാ. നല്ല അടിപൊളി മ്യൂസിയം ഇത്.
ഇതോരോ എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ പിറകെ നോക്കിയാൽ അതിൻ്റെ വിവരണം നമുക്ക് കാണാൻ പറ്റും. ഓരോ കോട്ട്സ് എന്ന് പറയുന്നില്ല, നമ്മൾ മോട്ടിവേഷണൽ കോട്ട്സ് പോലെ ഓരോ റിലീജിയസ് കോട്ട്സുകളൊക്കെ ആയിരിക്കും. അതൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ഒരു വർക്ക് സ്റ്റേഷൻ പോലെ. ഒരു IT കമ്പനിയിലൊക്കെ പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കാണാൻ പറ്റും. അതേപോലെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഇവർ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കും. നല്ല അടിപൊളി മോഡേൺ മ്യൂസിയം തന്നെ. ആർക്കിടെക്ചർക്ക് ഞാനിപ്പോൾ വന്ന് സന്ദർശിച്ച മ്യൂസിയത്തിൽ എനിക്ക് ഇത്രയും നല്ല ഡിസൈൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. മ്യൂസിയം ഉണ്ട്, സാധാരണ ഒരു മ്യൂസിയം പോലെയാണ്, പക്ഷേ ഇവിടെ നല്ല രസമുണ്ട്. നല്ല അടിപൊളി പുതിയ മ്യൂസിയമാണ് ആണെന്ന് തോന്നുന്നു. പക്ഷെ മാത്രമല്ല ഇതേപോലത്തെ നല്ല അടിപൊളി രീതികളൊക്കെ ഇവർ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. എനിവേ നൈസ്. ഇത് കണ്ട, ഇത് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ആൻസർ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടാവും. സംസ്കൃതം എന്താണെന്ന്, ഇതൊക്കെ എന്താണെന്ന്, അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറൊക്കെ അതിൻ്റെ സൈഡിൽ കൊടുത്ത് അത് നമുക്കിങ്ങനെ തിരിച്ച് വായിക്കാം. ഒരു രസം. ഫോട്ടോസ് ഇതാണ് ബുദ്ധിസ്റ്റ് സ്റ്റുഡൻസ്, ബുദ്ധിസ്റ്റ് കുട്ടികൾ. അവർക്ക് ഇന്ത്യയിലും പല ആൾക്കാർ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്, ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടിയവരാണ്. ഒക്കുപേഷൻ, ജോലിയും കാര്യത്തെ പറ്റി പറയാണ്. പിന്നെ ചെറിയ വിവരണമൊക്കെ കിട്ടും. ഇൻവേഷൻ അല്ലേ, ഇത് കണ്ട, ചൈനീസ് ഇൻവേഷൻ, അതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് കേട്ടോ. ചൈനീസ് ഇൻവേഷൻ ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടുന്ന് ഒരു ലെറ്ററാണ്, ലീഫ് ലെറ്റർ, ജസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് എടുക്കാം. 17 point അഗ്രിമെൻറ്റ്, ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ അഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. കാരണം ചൈനയുടെ ആ ഫോട്ടോയിൽ ബാക്കിൽ നിങ്ങൾക്ക് ചൈനയുടെ കൊടിയൊക്കെ കാണാൻ പറ്റും. ചൈന കയറി വന്ന അധിനിവേശമാണ്. ഇത് നല്ല കറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. പഴയ വീഡിയോസുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ചൈന അന്ന് അവിടെ കയറി, ചൈന ആർമി അന്ന് ഭയങ്കരമായിരുന്നു. PL അല്ലേ, പീപ്പിൾസ് ലിബറേഷൻ ആർമി ആകുമ്പോൾ അന്ന് തിബറ്റ് വലിയ സൈനിക ശക്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, തിബറ്റ് അവിടെ ചെറിയൊരു സമൂഹമായി ജീവിക്കുകയാണ്. അവർക്ക് വലിയ ആയുധങ്ങളില്ല. അപ്പോൾ അവർ ഇല്ല ആയുധങ്ങളും പിന്നെ എന്താ പറയുക, ഇല്ല ആയുധങ്ങൾ എടുത്തിട്ടും പിന്നെ വേറെ ചില രാജ്യങ്ങൾ കൊടുത്ത ആയുധങ്ങൾ എടുത്തിട്ടായിരിക്കും അവർ പോരാടിയിട്ടുണ്ടാവുക. അന്ന് സൈനിക ശക്തി ചൈന കൂടുതലാണ്, ഇവർ കുറവായിരിക്കും. ഇവർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയേ, എന്താ ഫോട്ടോസുകളാണ്. അല്ല ഓടുന്ന കണ്ട. അന്ന് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പല സ്ഥലത്തും പ്രതിഷേധം ഉണ്ടായിരുന്നു. ടിബറ്റൻ പല സ്ഥലങ്ങളിലും പ്രതിഷേധിച്ച ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, രക്തസാക്ഷികളായി. ഒരുപാട് പേരെ വെടിവെച്ച് കൊന്നു, തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു. ഓരോ ആൾക്കാർ കണ്ട. ഇതൊക്കെ തന്നെയാണ് പട്ടാള ഭരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ്, പട്ടാളത്തെ കയറൂരി വിട്ടാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പ്രൊട്ടസ്റ്റ്. അവർ പിന്നെ അവരുടെ രീതിയിൽ കൊന്നുകളയും. ചൈനാസ് കൾച്ചറൽ റവല്യൂഷൻ്റെ ഭാഗമാണ്. സാംസ്കാരിക വിപ്ലവം ഉണ്ടായിരുന്നു. സാംസ്കാരിക വിപ്ലവത്തിനെ കുറച്ചും കൂടി അറിഞ്ഞവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. അല്ലാത്തവർക്ക് എന്താ പറയുക, യൂട്യൂബിലോ വീഡിയോസോ പഴയ ചരിത്രങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക. എനിക്ക് കുറച്ച് അതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചൈന 1960 മാവോ തുടങ്ങിയതാണ് കൾച്ചറൽ റവല്യൂഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതാണ്. ഒരുപാട് പേരെ അതിൻ്റെ കണക്കെടുത്താൽ ഒരുപാട് ലിസ്റ്റ് എടുക്കേണ്ടി വരും. കൊന്ന് തള്ളിയവരുടെ ലിസ്റ്റ് എടുത്ത് ഒരുപാട് എടുക്കേണ്ടി വരും. ഇത് കണ്ട, പഴയ എന്തോ കൈവിലങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പണ്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ആക്ടേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്, ടിബറ്റൻ ആർമിയാണിത്. ടിബറ്റിൽ അന്ന് ഈ ചൈനയ്ക്കെതിരെ പോരാടിയ കുറച്ച് സൈനികരും അവരുടെ ഫോട്ടോസുകളും ആയുധങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ മ്യൂസിയത്തിൽ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റൊരു ഇതാണ്, ഹൗ വി എസ്കേപ്പ്, എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കണ്ട, ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ,
ധർമ്മശാല അവിടെയൊക്കെ വന്നു. ഇതാണ് ടിബറ്റ്, ലാസ. ആ വഴി കണ്ട റെഡ് മാർക്ക് കൊടുത്തത്, പിന്നെ ഒരു ഗ്രീൻ മാർക്കുണ്ട്, അത് വഴിയും വന്നിട്ടുണ്ടാവും. കാഠ്മണ്ഡു വഴി. മറ്റേത് ഭൂട്ടാനിലേക്ക് താഴിലേക്ക് ഇറങ്ങി ഇവിടെ മുസൂറിയിലേക്കും, നമ്മുടെ മുസൂറിയും ധർമ്മശാലയിലേക്കും വന്നു. ഇന്ത്യയിലേക്കാണ് വന്നത്, മെയിനായിട്ട് വന്നത്. അന്ന് വലിയ കൂട്ടപ്പലായനമാണ്. നമ്മൾ കൂട്ടപ്പലായനം എന്നൊക്കെ പറയുന്നില്ല, എക്സൈൽ, റെഫ്യൂജി. അതിൻ്റെ ലീഫ് ലെറ്ററൊക്കെ ഇവിടെ ഉണ്ട്, പേപ്പറിൽ ലിഫ്റ്റൊക്കെ. അതൊക്കെ വേണമെങ്കിൽ എടുക്കാൻ നമുക്ക് വായിക്കൊക്കെ ചെയ്യാം, ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് വരുന്നതാണ്, വിചാരിച്ച പോലെയല്ല. കണ്ടാ, ഇതവിടെ ചെറിയൊരു 3D തിയേറ്റർ ഉണ്ട്. അവിടെ ഹിമാലയം കടന്നിട്ടാണ് അവർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ധർമ്മശാല ഇവിടെ ഇപ്പം തന്നെ ചെറിയ തണുപ്പുണ്ട്. എനിക്ക് തണുപ്പൊന്നും അങ്ങനെ പിടിക്കൂല. പിന്നെ മണാലി, ഷിംല നമ്മൾ പോകുമ്പോൾ അവിടെ നല്ല തണുപ്പായിരിക്കും. ലഡാക്കിലൊക്കെ നല്ല തണുപ്പാണ്, കാശ്മീരിലും തണുപ്പായിരിക്കും. ഇപ്പോഴാണ് ഈ വിൻ്റർ സീസൺ ആണെങ്കിൽ നിൽക്കാൻ പറ്റൂല. തണുപ്പ് പിടിക്കാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആസ്മയും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തണുപ്പ് അങ്ങനെ ഒരു ആകുന്നവർക്ക് കാലിലും മസിലൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. എനിക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ടിബറ്റിലെ ആൾക്കാർ അന്ന് ഇവർ ശരിക്കും എന്ന് പറഞ്ഞാൽ ഹിമാലയം കടന്നിട്ടാണ് വരിക. ഹിമാലയം എന്ന് പറയുന്നത് മഞ്ഞും മലയാണ് അല്ലേ, ഹിമാലയം. അതിൻ്റെ തൊട്ടാ അപ്പുറം എവറസ്റ്റും ഉണ്ട്. ഹിമാലയം പോലത്തെ വലിയൊരു കൊടുമുടി കടന്നിട്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അത്രയും ദുർഘടമായ പാതയിലേക്ക് കൂടി. അതിൻ്റെ ചില ഫോട്ടോസുകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം തന്നെ എനിക്ക് ഈ ഒരു തണുപ്പ് തന്നെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. തണുപ്പ് സമയമല്ല, ഇപ്പം സമ്മർ സമയമാണ്. വിൻ്റർ സമയത്ത് പോലും നമുക്കിവിടെ എനക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഇവർ അന്ന് വസ്ത്രങ്ങളോ ഷൂസുകളൊന്നും അന്ന് അങ്ങനെ ഉണ്ടാവില്ല. അന്ന് അവർ ഉപയോഗിച്ച ചില വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവർ ഈ ചൈനീസ് ആർമി അവിടെ പിടിച്ചെടുക്കാൻ വന്നപ്പോൾ അവിടുന്ന് ഹിമാലയം കടന്നിട്ട് ഇന്ത്യയിലേക്ക് വരിക. ഈ ഹിമാലയം പോലത്തെ വലിയ കൊടുമുടി കടന്നിട്ട് ഇന്ത്യയിൽ എത്തുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. ഇതാണ്ടാ, ഇത് ബൈലക്കുപ്പയിൽ അവരുടെ സ്ഥലമുണ്ട്, അതാണ് അവിടെ കാണിച്ചത്. ബൈലക്കുപ്പയാണ് നമ്മൾ പോയത്, കുശാൽ നഗർ ബൈലക്കുപ്പ. പിന്നെ ചില ഫോട്ടോസുകളൊക്കെ ഇവിടെ ഉണ്ട്, പഴയ ഫോട്ടോസുകളൊക്കെയാണ്. അവരിവിടെ വന്നിട്ട് ഇവിടെ വെട്ടിത്തെളിക്കുന്നത്, അവർ വീട് വെക്കുന്നത്, കൃഷി ചെയ്യുന്നത്, കന്നുകാലികളെ നോക്കുന്നത്, സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള നോക്കുന്നത്. കണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടാ, ഒരുപാട് പേര് വന്നു. ഇതന്ന് അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളും വസ്തുക്കളും ചില വസ്തുക്കളൊക്കെയാണ് അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകളൊക്കെയാണ് ഇതൊക്കെ. ഇത് ചിലത് ടിബറ്റൻ വാർത്തകളാണ്, ടിബറ്റൻ ന്യൂസ് പേപ്പറാണെന്ന് തോന്നുന്നു. ഇത് ഗ്ലോബൽ ടിബറ്റിലുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെയാണല്ലോ. ഗ്ലോബൽ ലോകത്തിൽ ടിബറ്റ് ജനതയുള്ള സ്ഥലങ്ങളെ പറ്റിയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേബി എനക്കൊന്ന് ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല ഇവിടെയായിട്ട്. ഇപ്പം മേബി ഉണ്ടാകാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ടിബറ്റ് മ്യൂസിയത്തിൽ കാണാനുള്ളത്. നല്ല അടിപൊളി മ്യൂസിയം തന്നെയാണ്. ജസ്റ്റ് മാത്രമല്ല നല്ല മ്യൂസിയം, നല്ല അടിപൊളിയായിട്ടൊരു മോഡേൺ ലുക്ക് ഉണ്ട് ഈ മ്യൂസിയത്തിന്. നമ്മളൊരു IT കമ്പനിയിലൊക്കെ കയറിയ പോലെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എന്നുവെച്ചാൽ മറ്റേ മ്യൂസിയം ഒന്നും മോശമൊന്നുമല്ല. മറ്റേ മ്യൂസിയമൊക്കെ ഒരു പഴയ രീതിയിലൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഇതുവരെ കണ്ട എല്ലാ മ്യൂസിയങ്ങളും ഞാൻ വരുന്ന വഴിക്ക് കണ്ടത് പഴയ രീതിയിൽ. പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ഒരു ലുക്കിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഇൻറ്റീരിയറും നല്ല ടൈൽസും ലൈറ്റിംഗ് ഒക്കെ വെച്ച്, ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു പുതിയൊരു ടൈപ്പ് ഒരു മോഡേൺ മ്യൂസിയം പോലെ ഇവർ ആക്കി. എനിവേ സൂപ്പർ. കണ്ടാ, ദ ടിബറ്റ് മ്യൂസിയം. ഇത് 2022 ഈ പുതിയതായിട്ട് ഇത് ഓപ്പൺ ചെയ്തത്. ഇത് ടിബറ്റിൻ്റെ ആ മാപ്പും ഇതൊക്കെ കൊടുത്തിന്. സെൽഫ് ഇമോലേഷൻ പറയാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഇവിടെ വേറൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഇതേത് ബിൽഡിംഗ് അറിയോ? ഇവിടെ ഇവരുടെ തന്നെ ബിൽഡിംഗ് എടുത്താ, ടിബറ്റൻ സുപ്രീം ജസ്റ്റിസ് കമ്മീഷൻ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറ്റില്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടല്ലാണ് ദലൈലാമ ടിബറ്റിലെ കാര്യങ്ങളൊക്കെ ഭരിക്കുന്നത്. സോ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ അതുപോലത്തെ ഒരു ഓഫീസാണിത്. ഓഫീസിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒരു ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് ഒരു വിൻഡോയുടെ താഴെ ഒരു ജനലിൽ കണ്ട ഒരു റെഡ് ഇതൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ്. ടിബറ്റ് അങ്ങനത്തെ ജനതയാണ്. ടിബറ്റിലൊന്ന് പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒന്ന് പൈസ ആക്കിയിട്ട് പോകണം. 1959 ഒരു ഫോട്ടോ ആണ്, ലാസ റിവേഴ്സ് ഓഫ് ദ സ്കൈ. ടിബറ്റിലെ നദികളെ പറ്റിയും അങ്ങനത്തെ കുറച്ച് മാപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
വീടുകളൊക്കെ ഇവിടെ അടുത്തടുത്താണ്, തൊട്ടടുത്തടുത്താണ് വീടുകൾ. ഓരോ സ്ലോപ്പിലൊക്കെയാണ് വീടുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ചില ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നിന്ന് നോക്കി നോക്കാം, എന്നിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഓക്കെ, ഇത് മറ്റൊരു ബിൽഡിങ്ങാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്. ടിബറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണിത്. പിന്നെ നമുക്ക് കുറച്ച് നടന്നു നോക്കാം, എന്താ കാണുന്നതാണ്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. രാവിലെ ചെറിയൊരു ഭക്ഷണമാണ് കഴിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. ഒന്നാമത് പേടിയാണ്, ചിലപ്പോൾ നോൺ വെജൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. എനിക്ക് 1-2 വർഷം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പിൽ തന്നെ. നോൺ വെജൊന്നും തീരെ നീറ്റില്ല, ഒരു വൃത്തിയും ക്ലീനൊന്നും ഇല്ല കേരളം വിട്ടാൽ. എന്താണ് ഇപ്പോൾ ഒരു ബിരിയാണിയൊക്കെ, ഒരു തല്ലിപ്പൊളി ബിരിയാണികളൊക്കെയാണ് ആക്കുക, എല്ലാം കണക്കന്നെ. ഇവിടെ ഇങ്ങനെ ഒരു സ്തൂപാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ബുദ്ധമതത്തിലെ ഒരു ഇതാണ് സ്തൂപം എന്ന് പറയുന്നത്. സ്തൂപ, നമ്മൾ മലയാളത്തിൽ സ്തൂപം എന്ന് പറയും, ഇത് സ്തൂപ എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്തൂപം പോലെ ആക്കി. ഇനി ചുറ്റിലുണ്ട്, 4 വ്യത്യസ്തമായ രീതിയിലാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. നല്ല അടിപൊളി നീറ്റായ സ്ഥലം തന്നെയാണ് ഇതൊക്കെ. സോ ഇതിങ്ങനെ ഒക്കെ ഓരോ സ്ഥലത്ത് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ താഴോട്ടേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഒരു ചർച്ച് കാണാൻ പറ്റും. ഇത് പണ്ടത്തെ രീതിയിലെടുത്ത ഒരു ചർച്ചാണ്, ചർച്ച് ഓഫ് എന്നപ്പോൾ എൻ്റെ പേര്, ടിബറ്റല്ല, അതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി പ്ലേസാണ്. ദ ചർച്ച് ഓഫ് സെൻറ്റ് ജോൺ ഇൻ ദി വൈൽഡർനെസ്. അപ്പർ ധർമ്മശാലയിലാണുള്ളത്, അപ്പർ ധർമ്മശാല. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞില്ല മക്ലിയോഡ്ജിങ്ങിൽ പോകുന്ന വഴിക്കാണ് നമുക്ക് ഈ ചർച്ച് കാണാൻ പറ്റുക, ഈ ക്രിസ്ത്യൻ ദേവാലയം. നല്ല അടിപൊളി സ്ഥലം തന്നെ, നല്ല അടിപൊളി ലൊക്കേഷൻ. ഇവിടെ വീട് എന്തെടുത്താലും സൂപ്പർ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ. വീടൊക്കെ താമസിക്കുന്നത് ഇവിടെ തന്നെ താമസിക്കണം, നല്ലൊരു വീടൊക്കെ ഇട്ട് എന്താ അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് സൂപ്പർ, നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. തണുപ്പുണ്ടെന്നും ഉണ്ടാവുമല്ലോ, തണുപ്പ് കാലത്ത് പ്രശ്നമാകും, തണുപ്പ് കാലത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ജീവിക്കാനൊക്കെ സൂപ്പറാണ്, നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സൂപ്പറല്ലേ, സൂപ്പർ പ്ലേസാണ് ശരിക്കും. അപ്പോൾ ഇവിടെ പഴയ ഒരു ചർച്ചുണ്ട്. ഇവിടെ എന്താ പറയുക, പാറക്കല്ല് കൊണ്ടൊക്കെ, കരിങ്കല്ല് കൊണ്ടാണ് തറയൊക്കെ പാകിയിട്ടുണ്ട്, ഫ്ലോറൊക്കെ പാകിയിട്ടുണ്ട്. സോ ബസ് സർവീസൊക്കെ ഉണ്ട്, പോകുന്ന മെയിൻ റോഡ് തന്നെയാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ആ ചർച്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം. ഓക്കെ,
അപ്പോൾ ഇതാണ് ചർച്ച കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്, സന്ദർശകരൊക്കെ ഒരുപാട് പേര് ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ചർച്ച തന്നെ. നല്ല പഴയ എന്താ പറയുക, കരിങ്കല്ലില്ല, കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചർച്ചാണിത്. വിശ്വാസികളെ കുറവാണ്, ജസ്റ്റ് കാണാൻ വേണ്ടി വരുന്ന ടൂറിസ്റ്റുകളാണ് കൂടുതൽ. പഴയ മരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രിസ്തുമതം മുമ്പ് മെയിനായിട്ട് കൊളോണിയൽ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ഭരിച്ചിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷുകാരുടെ മെയിനായിട്ടുള്ള ഒരു അവധിക്കാല സ്ഥലമായിരുന്നു ഈ ഹിമാചൽ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല, മെയിനായിട്ട് ജവഹർലാൽ നെഹ്റു ഒക്കെ അവധിക്കാല സമയത്ത് കുടുംബത്തോടൊപ്പം വരുന്ന സ്ഥലമാണ് ഷിംല എന്നൊക്കെ പറയുന്നത്. ഷിംലയിലും മണാലി, ഹിമാചലിലൊക്കെ വരുന്നു. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇവിടെ. ബ്രിട്ടീഷുകാരുടെയും മെയിനായിട്ടുള്ള സ്ഥലമായിരുന്നു ഹിമാചൽ എന്ന് പറയുന്നത്. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഷിംല, മണാലി, കുളു, ഹിമാചൽ മൊത്തത്തിൽ, ഈ ധർമ്മശാല അടക്കം. കാരണം അവരിവിടെ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ആ സമയത്ത് ഭയങ്കര അവർക്ക് താല്പര്യമുള്ള സമയമായിരുന്നു. സോ അങ്ങനെ മുമ്പ് വന്ന ആൾക്കാരാണ് പഴയ ബ്രിട്ടീഷ് സമയത്ത് ജോലിയെടുത്ത ആൾക്കാരും. അവരുടെ കല്ലറകളൊക്കെ അപ്പുറം കേട്ടോ, ചെറിയ സെമിത്തേരിയൊക്കെ അപ്പുറമുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, കുറച്ച് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ പറ്റുന്നില്ല, ചെറുങ്ങനെ എഴുതി വെച്ചിരിക്കുക. എനിവേ നല്ലൊരു ചർച്ചാണിത്. ആൾക്കാർ ഇത് മെയിനായിട്ട് കാണാൻ വേണ്ടി വരുന്നതാണ്. വിശ്വാസികളായ ആൾക്കാർ കുറവാണ്. ഇപ്പം സാധാരണ ദിവസം ചർച്ച് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. പിന്നെ നല്ല സ്ഥലം, അടിപൊളി സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഞാനപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. സൂപ്പർ നൈസ് പ്ലേസ്. ചർച്ചിന് നേരെ മുന്നിൽ തന്നെ ഇക്കോ പാർക്ക് ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഇക്കോ പാർക്ക് ഉണ്ട്. ഞാനതിൽ കയറിയിട്ടാണ്. ഇതിൽ കയറാൻ 25-30 റുപ്യേ ഉള്ളൂ. മെയിനായിട്ട് കുട്ടികൾ കഴിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു ചെറിയ പാർക്ക്, നമ്മളിവിടെ കാണുന്ന മരം തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ, റൈഡും ബ്രിഡ്ജൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത്ര തന്നെ. പിന്നെ അതിനായിട്ട് കയറി സമയം കളയേണ്ടതെന്ന് വെച്ചു. സോ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ചർച്ചാണ്. ഈ ചർച്ച് ധർമ്മശാല വരുമ്പോൾ നിങ്ങൾ ഈ ചർച്ചിൻ്റെ ഭാഗത്തേക്കൊന്ന് കയറുക, ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഈ ഇക്കോ പാർക്കിലൊന്ന് പോവാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് എൻ്റർടൈൻമെൻ്റ് ആവും. പുറത്ത് ചെറിയ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ചെറിയ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക. ഭക്ഷണം നോക്കിയിട്ട് നല്ല നീറ്റാണെങ്കിൽ മാത്രം നോൺ വെജ് കഴിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ പിന്നെന്താ പറയുക, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. നല്ല അടിപൊളി സ്ഥലം അല്ലേ, സൂപ്പർ സ്ഥലം, നടക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ ഇത് വേറെ ട്രക്കിംഗ് ആണ് കേട്ടോ. ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. 200 റുപ്യൊക്കെ ട്രക്കിംഗ് ആണ്. HP ഹിമാചൽ പ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അതിവിടെ കാണാൻ പറ്റും.
അവിടെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ ട്രക്കിങ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലമുണ്ട്, നമുക്ക് അടുത്ത സ്ഥലം ഒരു വാട്ടർഫോൾ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ മക്ലിയോഡ്ജിങ് തന്നെ ഉള്ളത്. മക്ലിയോഡ്ജിങ്ങിൽ നമുക്കിനടുത്ത വാട്ടർഫോൾ ഇപ്പോൾ ഏകദേശം ഒരു 3:30 മണിയായി സമയം. ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ അവരുടെ തിരക്കിലേക്കെല്ലാം പോവുകയാണ്. അത്യാവശ്യം സ്ട്രീറ്റിലൊക്കെ ആൾക്കാരുണ്ട്. മെയിനായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ടിബറ്റ് ആൾക്കാർ തന്നെയാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പുറം ഇപ്പുറം പല പല പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ടിബറ്റ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കുറച്ച് ലാമാസ് എന്നെ പരിചയപ്പെട്ടു. ലാമ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കർണാടക ബൈലക്കുപ്പ വഴി വന്ന് അവിടെ നിന്ന് വേറൊരു ടെമ്പിളിൽ ഞാൻ കയറിയിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മെയിനായിട്ട് എന്താ പറയുക, ബുദ്ധിസ്റ്റ് സന്യാസി എന്നൊക്കെ നമുക്ക് പറയാം അല്ല, ബുദ്ധിസ്റ്റ് ഭിക്ഷു എന്നോ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സന്യാസി മൊണസ്ട്രിയിൽ പഠിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ധർമ്മശാല ഇസ് എ വണ്ടർഫുൾ പ്ലേസ്, നല്ല അടിപൊളി സ്ഥലമല്ലേ. സോ നമുക്ക് കുറച്ചുകൂടി നടന്നു നോക്കാം. ഒരു വാട്ടർഫോൾ ഉണ്ട്, അതെങ്ങനെയാണെന്ന് അറിയില്ല. ചെറിയ ഇപ്പോൾ സമ്മർ സമയമാണ്, വാട്ടർഫോളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കണം. സോ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. इतनी ठंडी लग रही है, अब हम आगे नहीं चलो सोचा था ना आगे नहीं। അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിന് ഏകദേശം അടുത്തെത്തി. ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർഫോളിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സമ്മറാണ് സമയം, ചൂട് കാലമാണ്. വെള്ളമൊക്കെ അങ്ങനെ വെള്ളം വരുന്നൊന്നുമില്ല, ഭയങ്കര കുറവാണ് വെള്ളം. സോ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടന്നു നോക്കാം. ഇവിടെ പല സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ സൂക്ഷിച്ച് നടക്കുക. കൈവരികളൊക്കെ പലതും പൊളിഞ്ഞിട്ടാണ് ഉള്ളത്. ഇതാണ് ധർമ്മശാലയുടെ ഭാഗം. ഇവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മൾ യാത്ര ചെയ്യണം അടുത്ത ഡെസ്റ്റിനേഷനിൽ മണാലിയിലേക്ക് എത്താൻ. ഏകദേശം ഇതേപോലെ തന്നെയാണ് ഹിമാചലിൻ്റെ എല്ലാ പ്രദേശവും, വളരെ മനോഹരമാണ്. മണാലി, അവിടെ നിന്ന് പിന്നെ ഷിംലയിലേക്ക് നമുക്ക് പോകണം. സമയമില്ല, പെട്ടെന്ന് നമ്മൾ ടൂറ് തീർക്കേണ്ടതാണ്. ഏകദേശം ഒരു 3 മാസം ആവാറായി, 3 മാസമാണിത്. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഇല്ല നമ്മളെ, സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഇവിടെ. സിപ്പ് ലൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് അപ്പുറത്തേക്ക് സിപ്പ് ലൈൻ ചെയ്യാം. അപ്പോൾ അതിന് റെഡി ആയിക്കുന്ന ആൾക്കാരും അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 100 എൻ്റെ ചാർജ് വരും. നല്ല സംഭവം തന്നെയാണ് കേട്ടോ സിപ്പ് ലൈൻ.
പിന്നെ വെച്ചാൽ നല്ല എന്താ പറയുക ഇവിടെയൊക്കെ വെള്ളം വരണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വെള്ളമില്ല, കണ്ടാ വെള്ളം വളരെ കുറവാണ്. കുറച്ചങ്ങോട്ട് നടന്നു നോക്കാം, കുറച്ച് വെള്ളം ഉണ്ടാവും. വാട്ടർഫോൾസിലെ വെള്ളം കുറവാണ് ഇപ്പം. ഇതായതുകൊണ്ട് എന്താ പറയുക, സമ്മർ സീസൺ ആയതുകൊണ്ട് കുറവായിരിക്കും. എനിവേ നമുക്കൊന്ന് കുറച്ചും കൂടി സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതാ ഒരു സിപ്പ് ലൈനിൽ ഒരുത്തം പോകുന്നതാ. സൂപ്പറാണല്ലേ. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കണ്ട്. കുറേ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. നമ്മൾ നീരുറവ എന്നൊക്കെ പറയുന്നില്ലേ, ചെറിയ ചെറിയ ചാലുകൾ ഇങ്ങനെ വരും. അപ്പോൾ കുറച്ച് കാലൊന്ന് കഴുകാമെന്ന് വെച്ച് ഞാൻ. പക്ഷെ ഭയങ്കര തണുപ്പട്ടാ, എൻ്റെ അമ്മോ എന്താ തണുപ്പ്. ഇപ്പം സമ്മറാണ് സമയം, പിന്നെ ഏകദേശം വൈകുന്നേരം ആയി, അതുകൊണ്ടാണ് തോന്നുന്നു. നല്ല തണുപ്പ്, പക്ഷെ നല്ല കൂളിംഗ് ആണ്, നല്ല സുഖം തന്നെയാണ്, നല്ല വെള്ളം തന്നെയാണ് മലയുടെ മുകളിൽ നിന്ന് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കഴുകുക. പിന്നെ വേറെ കാഴ്ച കണ്ട് നിങ്ങൾ, ഇതേ വെള്ളം തന്നെയാണ് ഇവിടെ പിടിച്ചു വെക്കുന്നത്. ഇവിടുന്ന് സോഡയെല്ലാം തണുപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഫ്രീസറിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. ഈ വെള്ളം തന്നെ പിടിച്ചു വെച്ചാൽ മതി. ഈ വെള്ളം തന്നെ ചെറിയൊരു പൈപ്പിലാക്കുക, പൈപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ വെച്ചാൽ നമുക്ക് സോഡയും ബോട്ടിലൊക്കെ തണുപ്പിക്കാം. സോ ഞാൻ തിരിച്ച് പോകേണ്ട പരിപാടിയാണ് ഇനി നമുക്കിനി രാത്രി ഇവിടെ നിന്ന് പോകണം. ഇന്ന് ഏകദേശം ഒരു ദിവസം ആണ് ഞാനിവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ 1-2 ദിവസം കാണാനൊക്കെ ചെയ്യാം. ഇത് കണ്ട പഴയ ബോട്ടിൽ കൊണ്ട് നല്ല പോകുന്ന വഴിക്ക് ഞാൻ കണ്ടിന് കൊക്കക്കോളയുടെ ബോട്ടിൽ, ഇത് മറ്റേ വേറൊരു ബിയർ കുപ്പീൻ്റെ ബോട്ടിൽ. അങ്ങനെ അവർ എന്താ പറയുക, ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത് കെയർന്ന് അങ്ങനെ എന്താ വെച്ചാണെന്ന് തോന്നുന്നു. ലാസ്റ്റത്തേൽ ഇതിനകത്തൊന്നും കാണുന്നുമില്ല. ഇങ്ങനെ ഒരു ഇതാക്കി വെച്ചിരിക്കുന്നുണ്ട് പഴയ ബോട്ടിലൊക്കെ കൊണ്ട്. ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം ടൂറിസം സ്ഥലത്ത്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ, ചില പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും അങ്ങനെ ഇടരുത്, പുറത്തേക്ക് ചാടരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. സോ ഞാൻ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ ടെമ്പിൾ ഒന്നും കൂടിയും കണ്ടു. ഇവിടെ ഒന്നും കൂടി ഫോട്ടോ എടുത്തു. നമ്മൾ നേരത്തെ രാവിലെ കണ്ട ടെമ്പിൾ തന്നെയാണിത്. ജസ്റ്റ് ഒന്നും കൂടി ഞാനിത് ഇതിൻ്റെ മുന്നിലേ കൂടി തന്നെ വന്നത്. അപ്പോൾ വേറൊന്നുമില്ല, ഇനി ജസ്റ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മണാലി പോകണം. മണാലിയാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. നമുക്ക് നാളെ മണാലിയിൽ എത്തണം. അപ്പോൾ ഇന്ന് രാത്രി മണാലിയിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്.
ഞാൻ ഇന്നലെയാണ് വന്നത് ഇവിടെ ധർമ്മശാല. ഇന്നലെ വൈകുന്നേരം വന്നു, ഇവിടെ റൂം എടുത്തു, ഇന്ന് കാഴ്ചകളൊക്കെ കണ്ടു. വേണമെങ്കിൽ 1-2 ദിവസം കൂടി നിൽക്കാം. നിൽക്കുന്നവർക്കൊരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ 2 ദിവസമൊക്കെ നിൽക്കാം കേട്ടോ. 2 ദിവസം നിന്നിട്ട് കാര്യങ്ങളൊക്കെ ധർമ്മശാലയിൽ കാണാം. എല്ലാം എൻജോയ് ചെയ്യുന്നവർക്ക് അങ്ങനെ കാണാം. ഇനി ഞാനൊരു ദിവസം നിൽക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പോവാം. ഓക്കെ. उसमें आ गए ना। അപ്പോൾ നൈറ്റ് ആയി. നമ്മൾ എന്താ ചെയ്യുക, ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ്. ചെറിയ ബസ് സ്റ്റാൻഡ് കേട്ടോ, ധർമ്മശാലയിലെ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് ബസ്സുണ്ട് പല ഭാഗത്തേക്കും. മെയിനായിട്ട് മണാലി, ഷിംലയിലേക്കെല്ലാം ബസ്സുണ്ട്. ഡൽഹിയിലേക്കും ബസ്സുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബോർഡുകൾ. അപ്പോൾ തണുപ്പ് ചെറുങ്ങനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദിവസം നിന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മണാലി ബസ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മണാലി വെച്ച് കാണാം. ഓക്കെ.